ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ട പ്രൊസീജിയർ ചെയ്തോളൂ. പ്രിയങ്കയെ കണിമംഗലത്ത് നിർത്താൻ സമ്മതിച്ച എല്ലാ പ്രശ്നത്തിനും കാരണം. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് വല്ല നിശ്ചയമുണ്ടോ? എന്താ കുട്ടി നീ കാണിക്കുന്നത്? അതെന്റെ ഭർത്താവല്ലേ, ഞാൻ ഭാര്യയല്ലേ. അപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ച എന്താ കുഴപ്പം? ഇവളുടെ തനിനിറം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. കുട്ടിക്കളിയുടെ വേഷത്തിൽ ഇവിടെ ചുറ്റി നടക്കുന്നതിന്റെ കാരണം ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇവള് കേറി വന്ന അന്ന് ഞാൻ പറഞ്ഞതാ ഇവളതൊക്കെ കരുതി കുട്ടി അഭിനയിക്കുന്ന. എന്താ സൂര്യ, ഇവൾ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? ഈ ചേട്ടൻ വെറുതെ എന്നോട് ദേഷ്യപ്പെടുക. ഞാൻ ചേട്ടനെ കെട്ടിപ്പിടിച്ചതിനാ. എന്റെ ഭർത്താവായോണ്ടല്ലേ ഞാൻ കെട്ടിപ്പിടിച്ച. അവള് പറയുന്നത് കാര്യമല്ലേ? എത്ര തൂത്തെറിയാൻ നോക്കിയാലും പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ വരുൺ? സുഖമില്ലാത്തൊരു കുട്ടി എന്തെങ്കിലും ചെയ്താ ക്ഷമിക്കേണ്ടവരല്ലേ നമ്മള്? ചെറിയമ്മേ, നിങ്ങളോട് ആരും ഇവിടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത നിങ്ങളൊന്നും പറയാൻ വേണ്ട. രാധികെ ഇവിടെ കൊണ്ടുപോയേ ചെല്ലേ. എന്റെ പൊന്നു രാധികെ കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെങ്കിൽ ദേഷ്യം വന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. വരുണേ ഓടറാ. ഇല്ല, ഞാൻ വരില്ല. പറഞ്ഞേ ഞാൻ വരില്ല. ചേച്ചി വരത്തില്ല. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇല്ല ഞാൻ വിടത്തില്ല. ചേച്ചി പറഞ്ഞു കേൾക്കൂ. ചേട്ടാ ഞങ്ങളെ കഴിയും പിടിച്ച തള്ളിയിട്ടില്ല. ദേഷ്യം വന്നാ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പ്രിയങ്കേ പ്രിയങ്കേ മോളെ മോളെ പ്രിയ, എന്തെങ്കിലും പറ്റിയ എല്ലാവരും കൂടി കൊന്നല്ലേ പറയൂ. അയ്യോ കണ്ണു ഓർക്ക് പ്രിയങ്കേ പ്രിയങ്കേ മോളെ മോളെ പ്രിയങ്കേ. സൂര്യ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. പത്മിനി നീയും കൂടി ചെല്ല. ശരി അമ്മേ. സൂര്യ ഞാൻ വരാം. കൽപ്പന വരണ്ട. പിന്നെ ഒരു കാര്യം, തൽക്കാലം ഈ ഒരു കാര്യം ആരും ആറ്റുവാശേരിയിൽ വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പ്രിയങ്കയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ വിളിച്ചോളാം. രാധിക വാ. കണ്ണു തുറക്ക. അയ്യോ അമ്മ, പ്രിയ. അയ്യോ ഏട്ടാ, അതൊക്കെ എടാ നീ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. എല്ലാം കരുതി കുട്ടിയാണ് മുത്തശ്ശി. ഇപ്പൊ അവള് ബോധം കെട്ട് വിടുന്ന പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കള്ളക്കൂട്ടങ്ങളാ അവളും അവളുടെ മുത്തശ്ശിയും. കാര്യമൊക്കെ ശരിയാ. അവളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ ഇവിടെ എങ്ങും നിൽക്കില്ല. നിയമപ്രകാരമേ അവള് വരുണിന്റെ ഭാര്യയാ. ഇക്കാലത്ത് ഭാര്യയെ ഉപദ്രവിച്ച് കൊല്ലാൻ നോക്കിന്നൊക്കെ പറഞ്ഞാ അകത്ത് പോയി കിടക്കേണ്ട കാര്യമാ. ചെറിയമ്മയുടെ മനസ്സിലേ അത് തന്നെയാണ് ആഗ്രഹമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭർത്താവ് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ജയിലിലെ വിശേഷങ്ങളും നന്നായിട്ട് അറിയാം.
ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ അവൾക്ക് കൂട്ടിക്കുന്ന കാര്യവും എനിക്കറിയാം. ആവശ്യമില്ലാതെ ന്യായീകരിക്കാൻ വന്നാലേ എന്റെ തനി നിറം കാണും രണ്ടുപേരും. ചെറിയമ്മ ഇങ്ങോട്ട് പോര്. അനുഭവിക്കാനുള്ളത് അവൻ അനുഭവിച്ചോളൂ. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ എന്നെ അങ്ങ് പീഡിപ്പിച്ച് കളയാന്ന് വല്ല ഉദ്ദേശമുണ്ടോ ഏട്ടത്തിക്ക്? എങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. രാധികയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ദിവസം അതിന് ചില എതിർപ്പുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്ത് വന്നാലും എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പോകാൻ നോക്കൂ. വാ മോനെ. മുത്തശ്ശി വെറുതെ ടെൻഷനൊന്നും വേണ്ട. എന്റെ ഭർത്താവെന്ന് പറഞ്ഞ അവിടെ എന്നെ പുറയുന്നു വന്ന് കെട്ടിപ്പിടിച്ചത്. പല തവണ അവളത് ആവർത്തിച്ചതോ. പറയാനായിട്ട് എളുപ്പ. ഓർമ്മ നഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ സംശയിക്കുന്നത് അവൾക്ക് അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാ. ഇനി അത് തെളിയിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാം ഒന്ന് തെളിച്ചെടുത്തിട്ട് ഇതിന്റെ പുറകിലുള്ളവരെയൊക്കെ എനിക്ക് കാണണം. എന്താ സംഭവിച്ചത്? കുറച്ച് മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് മാഡം. സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തെന്നി വീണതാ. ഓക്കെ, നിങ്ങളൊന്ന് പുറത്തു നിന്നോളൂ. അതെ, ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ട പ്രൊസീജിയർ ചെയ്തോളൂ. പ്രിയങ്കയെ കണിമംഗലത്ത് നിർത്താൻ സമ്മതിച്ച എല്ലാ പ്രശ്നത്തിനും കാരണം. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് വല്ല നിശ്ചയമുണ്ടോ? വരുണ്ണ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സ്വയം നിയന്ത്രിക്കുന്നത് അതിരില്ലേ? സൂര്യ, ഈ അവസ്ഥയിൽ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട.